2 കുഞ്ഞുങ്ങളും അമ്മയും തന്റെ ഭാര്യയുമായി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഭവനത്തിൽ വളരെ ദുഃഖത്തിന്റെ അവസ്ഥയിലേക്ക് മാറി. വൈകുന്നേര സമയങ്ങളിൽ കള്ളൊക്കെ കുടിച്ച് വീട്ടിൽ വന്ന് കൂത്താടി വിഷമമുണ്ടാക്കുന്ന പ്രിയപ്പെട്ടവൻ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാര്യ തന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് തന്റെ ഭവനത്തിലേക്ക് തിരികെ പോയി. തന്റെ വഴക്കും വക്കാണത്തിൻ്റെയൊക്കെ ആ ശബ്ദവും വിഷമവും ഒക്കെ കണ്ട് തന്നെ ഏറ്റവും സ്നേഹിക്കുകയും നൊന്ത് പ്രസവിച്ച അമ്മ താനെന്ത് ചെയ്തെന്നറിയാമോ? ആ വീട്ടിൽ എൻ്റെ മോനെ കൂടെ താമസിക്കാൻ കഴിയത്തില്ല എന്ന് കരുതി അവരുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ താൻ ഒറ്റപ്പെട്ട് തന്റെ ഭവനത്തിൽ കഴിയുമ്പോൾ, ചില നാളുകളിൽ താൻ അങ്ങനെ ആയിരിക്കുമ്പോൾ, താൻ മദ്യത്തിന് അടിമപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കരുതി, എല്ലാവരാലും വെറുക്കപ്പെട്ട ഈ ജീവിതം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് താൻ തീരുമാനിച്ചു. അങ്ങനെ വൈകുന്നേര സമയത്ത് താൻ തന്റെ ബെഡ്റൂമിൽ ചെന്ന് ആ ഫാനിന്റെ കൊളുത്തിൽ കെട്ടി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച് അവിടെ കെട്ടി താൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ഒരു സ്റ്റൂളിട്ട് അതിന്റെ മുകളിൽ കയറി അവസാനം തീരുമാനിച്ചു. താൻ ആ സ്റ്റൂളിന്റെ മുകളിൽ കയറിയപ്പോൾ എന്തോ ഒന്ന് തന്റെ കണ്ണിൽ മിന്നിമറയുന്നതായിരുന്നു. പെട്ടെന്ന് തന്റെ ശ്രദ്ധ അതിലേക്ക് ആകർഷിച്ചു. താൻ ആ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങി ആ അലമാരയുടെ മുകളിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന ആ സാധനം എന്തെന്ന് താൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ പുതിയ നിയമം എന്ന ഈ പുസ്തകത്തിന്റെ സുവർണ ലിപികൾ അദ്ദേഹം, ദൈവാത്മാവ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ആ ബൈബിൾ ഒന്ന് എടുത്തു. രാക്കാലത്ത് അദ്ദേഹം അന്ന് കരഞ്ഞ് അത് വായിച്ചു. താൻ നോക്കിയപ്പോൾ ആ തൂങ്ങിക്കിടക്കുകയാണ് കെട്ട്. താൻ വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് താൻ തന്റെ ഭാര്യയെ വിളിക്കുവാനായി അന്ന് രാത്രിയിൽ താൻ തന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്നു.